ഹായ് കൂട്ടുകാരെ, ഈ പയർ നമ്മൾ ആദ്യം മഴ പെയ്ത സമയത്ത് കരയ്ക്ക് നട്ടതാണ്. അതിപ്പോൾ മുളച്ച് വലുതായി കായും പൂവൊക്കെ ആയിട്ടുണ്ട്. പയർ നട്ട ഉടനെയായിരുന്നു നമ്മൾ മരത്തിൻ്റെ ചോല ചാടിച്ചത്. മരക്കൊമ്പൊക്കെ വീണിട്ട് കുഞ്ഞ് പയർ കുറേ ഒടിഞ്ഞൊക്കെ പോയി. അതിനിടയിൽ നിന്നൊക്കെ വലിച്ചു മാറ്റി രക്ഷിച്ചെടുത്താണ് ഇപ്പം പൂവും കായൊക്കെ ആയിട്ടുള്ളത്. പെട്ടെന്ന് വലിയ മഴ പിടിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ച് പയറൊക്കെ പറിക്കാൻ കിട്ടും. നേരത്തെ മഴ പെയ്തതുകൊണ്ട് നമ്മുടെ തകരയൊക്കെ മുളച്ച് വലുതായി വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ കർക്കിടക മാസത്തിലാണല്ലോ തകരയിലേക്ക് ഒടിക്കാറ്. ഇതിപ്പോൾ കർക്കിടകമൊക്കെ ആകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂത്ത് പോകും. അതുകൊണ്ട് നമുക്ക് ഇത് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് ഒടിച്ചെടുക്കാം. ഇങ്ങനെ ഒടിക്കുമ്പോൾ അതിൻ്റെ ചുറ്റിനും പുതിയ തളിരൊക്കെ വന്നിട്ട് തകര വലുതായി കർക്കിടകമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് തകരച്ചപ്പ് ഒടിച്ചെടുക്കാൻ പറ്റുമേ. നമ്മുടെ പറമ്പിൽ അങ്ങനെ തകരയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രദേശത്ത് തകര കുറവാണ്. അപ്പോൾ നമ്മൾ തിരുനെല്ലി പോകുമ്പോൾ അവിടുന്ന് 5-6 തൈ പറിച്ചുകൊണ്ടുവന്ന് നട്ട് വളർത്തിയെടുത്തിട്ട് പിന്നെ എല്ലാ വർഷവും അതിൻ്റെ കായ് നോക്കുമ്പോൾ പറിച്ചിങ്ങനെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ എറിഞ്ഞിടും. അങ്ങനെ നമുക്ക് തകര ഉണ്ടാവും. അപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള തകരച്ചപ്പിന് നമുക്ക് വേറെ എവിടെയും പോകണ്ട, പറമ്പിൽ തന്നെ ഒടിച്ചെടുക്കാം. കാട്ടുവാവിൻ്റെ വിത്തൊക്കെ അങ്ങനെ കുറേ കാപ്പിച്ചോട്ടിൽ കൂടെയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഇങ്ങനെ മുളച്ച് കയറുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ചെടികളുടെ ഇലയൊക്കെ തിന്നു തീർക്കുന്ന ആൾക്കാരാണ്. ഇത് അരിച്ചരിച്ച് വെച്ചിട്ടുണ്ടാവും, കൂട്ടത്തോടെ ഉണ്ടാവും. തൊടുമ്പോൾ ഇങ്ങനെ പറന്നു പോകുന്ന കാണാം. ഇത് വേറൊരു കൂട്ടർ, നല്ല കളറൊക്കെ ഉണ്ട്, കാണാൻ നല്ല സ്റ്റൈലാണ്. ഇത് നമ്മൾ മുറ്റത്തിൻ്റെ അടുത്ത് നട്ടുകൊടുത്ത പയറാണ്. അതിന് കമ്പൊക്കെ കുത്തി കൊടുത്തുകൊണ്ട് അതിൽ നന്നായിട്ട് കായ ഉണ്ടാവുന്നുണ്ട്. ഇനി നമ്മുടെ തകര കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത് തകരയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് തോരൻ വെച്ചെടുക്കാം. തകരയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്, ചീരച്ചപ്പ് പോലെയൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് പൊത്തി മൂടി വെച്ച് കൊടുക്കാം. തുറന്ന് ഇളക്കി നോക്കാം. ഇങ്ങനെ നമ്മുടെ പോഷക സമൃദ്ധമായ തകരച്ചപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.